പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്ലസ് 1 പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഫസ്റ്റ് അലോട്ട്മെന്റ് പരിശോധിക്കുന്നത് എങ്ങനെ എന്നാണ് നാം ഈ ഒരു വീഡിയോയിൽ വിശദീകരിക്കുന്നത്. hscap.kerala.gov.in എന്ന നമ്മുടെ അഡ്മിഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലേക്ക് കടന്നതിന് ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ലിങ്കിന്റെ മുകളിലാണ് നാം ക്ലിക്ക് ചെയ്യേണ്ടത്. കാൻഡിഡേറ്റ് ലോഗിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ യൂസർ നെയിമായിട്ട് ചോദിക്കും. ആപ്ലിക്കേഷൻ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ശേഷം പാസ്വേഡ് മറന്നുപോകാതെ നേരത്തെ നമ്മൾ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഓർമ്മയിലുണ്ടായിരുന്ന പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നു. ജില്ല സെലക്ട് ചെയ്യുന്നു. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് എന്ന് കാണാം. അതിന് മുമ്പേ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെന്റ് കാണാം. കൺഗ്രാറ്റുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്ന് കാണിച്ചാൽ അഡ്മിഷൻ ഡേറ്റും അഡ്മിഷൻ ടൈമും കാണിക്കുന്നുണ്ട്. ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കോവിഡിന്റെ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് അഡ്മിഷൻ എടുക്കേണ്ട ഡേറ്റും സമയവും അലോട്ട്മെന്റിന്റെ കൂടെ തരുന്നു എന്നുള്ളതാണ്. ഈ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് എവിടെയാണെന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് അറിയാൻ വേണ്ടി ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ടിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ഈ കുട്ടിക്ക് അലോട്ട്മെന്റ് കിട്ടിയിരിക്കുന്നത് SI ഹയർ സെക്കൻഡറി സ്കൂൾ ഉമ്മത്തൂർ 100-175 അഞ്ചാമത്തെ കോഴ്സ് കോഡിലാണ്, 13ാമത്തെ ഓപ്ഷനാണ്. അപ്പൊ ഈ ഒരു കുട്ടി ഏത് രീതിയിൽ അഡ്മിഷൻ എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് പറയാം. ഈ ഒരു വീഡിയോയിൽ എങ്ങനെ അലോട്ട്മെന്റ് ചെക്ക് ചെയ്യുന്നുള്ള കാര്യം മാത്രമേ നാം പറയുന്നുള്ളൂ. കുട്ടിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിനെല്ലാം അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശദീകരിക്കാം. ഇനി മറ്റുള്ള സ്കൂളുകളിലേക്കുള്ള അഡ്മിഷൻ സാധ്യത പരിശോധിക്കാൻ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കാവുന്നതാണ്. അല്ലെങ്കിൽ മുകളിലുള്ള സ്കൂളുകളുടെ ഓപ്ഷൻസിലെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത പരിശോധിക്കാൻ ഇതിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് കാണാം, ഒന്നാമത്തെ ഓപ്ഷൻ 22ാമത്തെ റാങ്കിനാണ് അവസാനം അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്ന കുട്ടിയുടെ റാങ്ക്. ഈ കുട്ടിയുടെ റാങ്ക് 69ാമത്തെ റാങ്കാണ്. ഇങ്ങനെ ഓരോന്നും പരിശോധിച്ചു കഴിഞ്ഞാൽ വരുന്ന 2ാമത്തെ അലോട്ട്മെന്റിൽ ഈ കുട്ടിയുടെ അഡ്മിഷന്റെ സാധ്യത പരിശോധിക്കാനുള്ള അവസരമുണ്ട്. ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ സെപ്പറേറ്റ് ഒരു വീഡിയോ നമ്മൾ വിശദീകരിച്ചതാണ്. ഈ രീതിയിലാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് പരിശോധിക്കുന്നത്. അപ്പോൾ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്ന ഒരു കുട്ടിയുടെ കേസാണ് നമ്മളിവിടെ പരിശോധിച്ചിരിക്കുന്നത്. അഡ്മിഷൻ ലഭിക്കാതെ കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ഇതുവരെ അഡ്മിഷൻ ലഭിക്കാത്തൊരു കുട്ടിയുടെ അലോട്ട്മെന്റ് ഏത് രീതിയിലാണ് വരിക എന്ന് നമുക്ക് കാണാം. ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്യുന്നു. ഇത് മറ്റൊരു കുട്ടിയുടെ അലോട്ട്മെന്റ് ആണ്. പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നു. ജില്ല സെലക്ട് ചെയ്യുന്നു. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെന്റ് സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് എന്നാണ്. ഈ കുട്ടിക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ല എന്നാണ് ഇത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ എന്താണ് ഈ അലോട്ട്മെന്റിന്റെ സാധ്യതകൾ അറിയാൻ വേണ്ടി ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ടിന്റെ മുകളിൽ ഈ കുട്ടിക്കും ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് കാണിക്കും. പക്ഷേ ഈ കുട്ടിയുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി ഇതിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യാം. റാങ്ക് ഡീറ്റെയിൽസ് കണ്ടാൽ അലോട്ട്മെന്റ് സാധ്യത പരിശോധിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളത് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു വിദ്യാർത്ഥിയുടെ അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ അലോട്ട്മെന്റ് സ്ലിപ്പ് എങ്ങനെ പ്രിന്റ് ചെയ്യാം എന്നുകൂടി കാണാം. ലോഗിൻ ചെയ്തതിനു ശേഷം ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ടിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രിന്റ് അലോട്ട്മെന്റ് സ്ലിപ്പ് എന്ന് പറയുന്ന ലിങ്ക് കാണാം. ഇതിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഈ ഒരു പ്രിന്റ് നമുക്ക് അഡ്മിഷന് നിർബന്ധമാണ്. പ്രിന്റ് അലോട്ട്മെന്റ് സ്ലിപ്പിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 പേജുള്ള ഒരു അലോട്ട്മെന്റ് സ്ലിപ്പ് കാണാം, പ്രിന്റ് കാണാം. ഇത് നമ്മൾ പ്രിന്റ് എടുത്തിട്ട് ആണ് അഡ്മിഷന് വേണ്ടി പോവേണ്ടത്. ഇനി അഡ്മിഷൻ ലഭിച്ച സ്കൂളിൽ നിന്നും നമുക്ക് ഈ ഒരു പ്രിന്റ് എടുക്കാനുള്ള സൗകര്യം ഉണ്ടാവും. മൊബൈൽ ഫോണിൽ നമ്മൾ അലോട്ട്മെന്റ് ചെക്ക് ചെയ്തതിനു ശേഷം സ്കൂളിൽ നിന്നും നമുക്ക് ഈ ഒരു പ്രിന്റ് എടുക്കാവുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ, അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികൾ എന്ത് ചെയ്യണം, അതേപോലെ അഡ്മിഷൻ ഇഷ്ടപ്പെടാത്ത സ്കൂളുകളിൽ അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇത്തരം വിഷയങ്ങളൊക്കെ വിശദമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.